നമസ്കാരം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ജീവനക്കാരെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി പുതിയ കമ്മീഷനെ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. പങ്കാളിത്ത പെൻഷനിൽ നിന്നും ഏപ്രിൽ മുതൽ അഷ്വേർഡ് പെൻഷൻ രീതിയിലേക്ക് മാറും. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കും. അഷ്വേർഡ് പെൻഷൻ അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% ഉറപ്പു നൽകും. ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം വെവ്വേറെ ഫണ്ടായി കൈകാര്യം ചെയ്യും. 1 മാസത്തെ DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നും മാർച്ച് മാസത്തോടെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് മറ്റൊരു പ്രധാന ബജറ്റ് പ്രഖ്യാപനം. ഇതിനൊപ്പം വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 1000 കോടി രൂപയും MC റോഡ് വികസനത്തിന് 5917 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പുതിയ IT നയം ഉടൻ പ്രഖ്യാപിക്കും. ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന വലിയ പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. വയോജന ക്ഷേമത്തിന് എൽഡർലി ബജറ്റും പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടി രൂപയും ആശാ അങ്കണവാടി ജീവനക്കാരുടെ പ്രതിമാസ വരുമാനത്തിൽ 1000 രൂപയുടെ വർധനവും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1,45,000 കോടി രൂപയും ആശാ അങ്കണവാടി ജീവനക്കാരുടെ പ്രതിമാസ വരുമാനത്തിൽ 1000 രൂപയുടെ വർധനവും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തോമസ് ഐസക്കിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിൽ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. 2 മണിക്കൂറും 53 മിനിറ്റുമായിരുന്നു അവതരണം. കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്നും നികുതി വരുമാനം വെട്ടിക്കുറയ്ക്കുകയാണെന്നും ബജറ്റിൽ വിമർശനമുണ്ടായി. കടുത്ത അവഗണനയ്ക്കിടെയും കേരളം വളർന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. ആശാ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ശമ്പള പരിഷ്കരണവും ബജറ്റിൽ പ്രഖ്യാപിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ 12ാമത്തെയും മന്ത്രി KN ബാലഗോപാലിന്റെ 6ാമത്തെയും ബജറ്റ് അവതരണത്തിലാണ് പ്രഖ്യാപനം. തിരുവനന്തപുരത്ത് VS സെന്ററിന് 20 കോടി, തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം കൂട്ടി, വികസന ഫണ്ട് 10,189 കോടി രൂപയാക്കി. ലൈഫിൽ നിർമ്മിച്ച വീടുകളുടെ എണ്ണം 5.25 ലക്ഷം കടന്നു. റാപ്പിഡ് റെയിൽ പ്രാരംഭ പ്രവർത്തനത്തിന് 100 കോടി, പ്രതിരോധ ഗവേഷണ ഹബിന് 50 കോടി. അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണ്. വോട്ട് ചോരി മാത്രമല്ല, നോട്ട് ചോരിയും ഉണ്ടെന്നും ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു. MC റോഡ് വികസനത്തിന് 1917 കോടി രൂപ. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡിന് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കും. ഗതാഗത കുരുക്ക് മാറ്റുന്നതിനായി ബൈപ്പാസ് നിർമ്മിക്കുകയും ജംഗ്ഷനുകൾ വികസിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രഖ്യാപനം. ആദ്യഘട്ടമെന്നും കിഫ്ബി വഴി 5,117 കോടി രൂപ വകയിരുത്തി. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ എന്നീ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ വികസനവും ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കും. കൊട്ടാരക്കര ബൈപ്പാസ് നിർമ്മാണത്തിനായി 110.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു. ക്യാൻസർ എയ്ഡ്സ് രോഗികൾക്ക് 2,000 രൂപ സഹായം. ഓട്ടോ തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ്. മെഡിസെപ്പ് 2.0 ഫെബ്രുവരി മുതൽ 1 മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ്. ഇതിനായി 15 കോടി രൂപ മാറ്റിവെച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ അധിക വിഹിതം. മൺപാത്ര നിർമ്മാണ മേഖലയ്ക്ക് 1 കോടി. യുവജന ക്ലബ്ബുകൾക്ക് 10,000 രൂപ സഹായം. കേര പദ്ധതിക്ക് 100 കോടി. ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുമെന്നും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പദ്ധതി നടപ്പിലാക്കുകയെന്നും ധനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ആദ്യ ബാച്ച് വീടുകൾ ഫെബ്രുവരിയിൽ കൈമാറും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പ എടുക്കാൻ ബോർഡും റവന്യൂ ഗ്രാന്റും നിർത്തലാക്കി. ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപയും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നും മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി ആരംഭിക്കുമെന്നും വയോജന ക്ഷേമം ലക്ഷ്യമിട്ട് എൽഡർലി ബജറ്റുണ്ട്. KSRTCക്ക് 8,500 കോടി രൂപയും ധനമന്ത്രി ബജറ്റിലൂടെ പ്രഖ്യാപിച്ചു.